പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാപ്രവചനം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ നിന്നോട് കൂടെ കൊണ്ട് ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവമിടയാക്കിയ വലിയ കൃപയോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. യെശയ്യാവ് പ്രവചന ആത്മാവിൽ പറഞ്ഞ ഒരു വചനമാണ് ഞാനിപ്പോൾ വായിച്ചത്. ആരാണ് നമ്മുടെ ദൈവം? ദൈവത്തിന് സ്തോത്രം. യെശയ്യാവ് പറയുന്നു, നമ്മുടെ ദൈവം നമ്മെ ശക്തി നൽകുന്ന ദൈവമാണ്. സ്തോത്രം. 2, നമ്മുടെ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. മറ്റുള്ള സകല ദൈവങ്ങളെക്കാട്ടിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത, ഈ ദൈവത്തിന് നമുക്ക് ശക്തി നൽകുവാൻ സാധിക്കും. മനുഷ്യർ അശക്തരാണ്. മനുഷ്യൻ നേരെ നിൽക്കുവാൻ അവന് സ്വയം കഴിയുകയില്ല. വചനം ഇങ്ങനെ പറയുന്നുണ്ട്: ഒരുവൻ നിൽക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ വീഴ്ച, നാശം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിനെ കുറിച്ച് യെശയ്യാവ് പ്രവചന ആത്മാവിൽ പറയുകയാണ്: നമുക്ക് ശക്തി തന്ന് നിത്യതയോളം നമ്മെ നിർത്തുവാൻ കഴിയുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ നിൽക്കുക. കാരണം ഈ ലോകമയമായ ഈ ലോകത്തിൻ്റെ കാറ്റുകൾ വന്ന് നമ്മെ ആഞ്ഞടിച്ച് നമ്മെ തളർത്തുവാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു ശക്തി ഇല്ല എങ്കിൽ നമ്മളെല്ലാം വീണുപോകും. ആകയാൽ പകൽക്കാലം ദൈവാത്മാവ് നമ്മോട് പറയുന്നു, ഇന്നത്തെ പകൽക്കാലം ദൈവം നിങ്ങൾക്ക് എല്ലാത്തിനെയും അതിജീവിപ്പാനുള്ള ഒരു ശക്തി ദൈവം നൽകാൻ പോവുകയാണ്. നിങ്ങളുടെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങൾ എന്തായിക്കോട്ടെ, നിങ്ങളുടെ മുൻപിൽ വരുന്നത് എത്ര കഠിനമേറിയ ശോധനകളായിക്കോട്ടെ, ആ ശോധനകളെ അതിജീവിപ്പാനുള്ള പ്രത്യേകമായ ഒരു ശക്തി ദൈവം നിങ്ങൾക്ക് നൽകുക. അപ്പോൾ നമ്മുടെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. അവൻ സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ദൈവത്തിൻ്റെ മഹത്തായ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ സ്വഭാവ സവിശേഷതകളിലൊക്കെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒന്നാണ്, എല്ലാത്തിനെയും ഒരുപോലെ കൊണ്ടുപോകുവാൻ കഴിവുള്ള ഒരു വ്യക്തി അത്രേ ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ആ ദൈവമാണ് നമ്മുടെ കരുത്തെ പിടിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ നിന്നെ ശക്തി നൽകുന്ന ദൈവമാണ്. ഈശാനമൂലന്റെ കാറ്റുകൾ അടിച്ച് നമ്മുടെ പടക് ശക്തിയില്ലാതായി തിരമാലയിൽ കിടന്ന് വലയുമ്പോൾ യേശു ആ പടകിലുണ്ടോ? കാറ്റിനെ ശാസിച്ച് നമുക്ക് വേണ്ട ശക്തി നൽകുന്ന ദൈവമാണ്. 2, പ്രവാചകൻ പറയുന്നു, ദൈവം ആരാണ്? ദൈവം സഹായം നൽകുന്ന ദൈവമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നമ്മെ ശക്തീകരിച്ച് നമുക്ക് വേണ്ട സഹായം നൽകി ഈ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നത് ഈ ദൈവമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ധൈര്യപ്പെടുക. കർത്താവിന്റെ പകൽക്കാലം എല്ലാത്തിനെയും തരണം ചെയ്യുവാൻ, നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചില ദുഃഖകരമായ വാർത്തകൾ, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണാൻ പോകുന്ന വേദനാജനകമായ ചില കാഴ്ചകൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ള ശക്തിയുടെ നഷ്ടപ്പെട്ടു പോകും. ഇസബേൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടപ്പോൾ ഏലിയാവ് എന്ന് പറഞ്ഞ ദൈവവൃത്തൻ പോലും അവന് ശക്തി നഷ്ടപ്പെട്ട് അവന് മരിക്കാൻ ആഗ്രഹിച്ചു പോയി. പക്ഷെ ആ സ്ഥാനത്ത് ദൈവം അവനെ ശക്തീകരിച്ച് മുൻപോട്ട് നയിച്ചെങ്കിൽ ഇന്ന് പലകാലം നമ്മെ ഓരോരുത്തരെയും ദൈവം ശക്തി നൽകും. ആകയാൽ ശക്തിയും സഹായവും നൽകുന്ന ഈ ദൈവത്തിൽ മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ അല്പം പോലും സംശയമില്ലാതെ വിശ്വാസത്തിലെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോവുക. ദൈവം വേണ്ടതെല്ലാം ശക്തി നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് വേണ്ട സഹായമെല്ലാം സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകും. വിശ്വസിക്കുക, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം നൽകും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാണ്.